ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴി. വെറും 508 കിലോമീറ്റർ എന്നതിലുപരി ഇന്ത്യൻ ഗതാഗത രംഗത്തെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരമാണിത്. 320 കിലോമീറ്റർ വേഗത്തിൽ കുതിച്ചുപായാനുള്ള ആദ്യ ബുള്ളറ്റ് ട്രെയിനിനായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് ഒരു നാഴികക്കല്ല് കൂടിയാണ്. 2027 ഓഗസ്റ്റിൽ ഗുജറാത്തിലെ സൂറത്തിനും വാപ്പിക്കും ഇടയിലുള്ള 100 കിലോമീറ്റർ പാതയിൽ രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങും. പൂർണ്ണമായ സർവീസിന്റെ ആദ്യഘട്ടമായിരിക്കും ഇത്. ഈ പദ്ധതി വെറും ഒരു റെയിൽ പാത മാത്രമല്ല, സാമ്പത്തിക വളർച്ച, സാങ്കേതിക കൈമാറ്റം, പ്രാദേശിക വികസനം, സമയത്തിന്റെ ലാഭം എന്നിവയിൽ ഇന്ത്യക്ക് പുതിയ ദിശാബോധം നൽകുന്ന ഒരു മാറ്റത്തിന്റെ എഞ്ചിൻ കൂടിയാണ്. ബുള്ളറ്റ് ട്രെയിനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വേഗതയാണ്. ഈ ട്രെയിനുകൾ മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുക. മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള 508 കിലോമീറ്റർ ദൂരം കേവലം 2 മണിക്കൂർ 17 മിനിറ്റ് കൊണ്ട് പിന്നിടാൻ ഈ ട്രെയിനിന് സാധിക്കും. ഇത് നിലവിലുള്ള യാത്രാ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപ്ലവകരമായ ഒരു മാറ്റം കൂടിയാണ്. നിലവിൽ ഈ ദൂരം സഞ്ചരിക്കാൻ 8 മുതൽ 9 മണിക്കൂർ വരെ ട്രെയിനുകൾ എടുക്കാറുണ്ട്. റോഡ് മാർഗമാകട്ടെ 10 മുതൽ 12 മണിക്കൂറിലധികം സമയം വേണം. എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ ഈ യാത്രയെ ഒരു പകൽ സമയത്തെ തിരക്കിനിടയിലെ ഒരു ഹ്രസ്വ ദൂരമായി ചുരുക്കുന്നുണ്ട്. യാത്രാ സമയം കുറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒരു ബിസിനസ്സുകാരന് രാവിലെ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ച് അഹമ്മദാബാദിൽ ഒരു കൂടിക്കാഴ്ച നടത്തി ഉച്ചയ്ക്ക് മുൻപ് തിരിച്ചെത്താൻ ഇതിലൂടെ സാധിക്കും. ഇത് 2 നഗരങ്ങളെ ഫലത്തിൽ സൂപ്പർ കണക്റ്റഡ് മെട്രോകളാക്കി മാറ്റുന്നുണ്ട്. ഈ യാത്രയ്ക്ക് വെറും 12 സ്റ്റോപ്പുകൾ മാത്രമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സ്റ്റോപ്പുകളിലെ സമയം കൂടി ഉൾപ്പെടുത്തിയാണ് 2 മണിക്കൂർ 17 മിനിറ്റ് എന്ന സമയം കണക്കാക്കിയിരിക്കുന്നത്. 2029 ആകുമ്പോഴേക്കും മുഴുവൻ പാതയും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും. തിരക്കേറിയ സമയങ്ങളിൽ 10 മിനിറ്റ് ഇടവേളയിൽ സർവീസുകൾ ലഭ്യമാക്കാനുള്ള പദ്ധതിയും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കും. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും വഴിത്തിരിവും സാങ്കേതിക മികവാണ്. ഇതിൽ പ്രധാനം കടലിനടിയിലൂടെയുള്ള തുരങ്കമാണ്. മഹാരാഷ്ട്രയിലെ താനെ ക്രീക്കിന് താഴെയായി നിർമ്മിക്കുന്ന ഈ തുരങ്കം ഒരു വലിയ നിർമ്മാണ വിസ്മയമായിരിക്കും. ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കുമ്പോൾ വെള്ളത്തിനടിയിലെ സമ്മർദ്ദം, ഭൂകമ്പ സാധ്യതകൾ, മണ്ണൊലിപ്പ് എന്നിവയെ അതിജീവിക്കാൻ കഴിയുന്ന ആധുനിക എഞ്ചിനീയറിംഗ് വിദ്യകളാണ് ഉപയോഗിക്കുക. ഈ തുരങ്കത്തിലൂടെ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് 2 ദിശയിലേക്കും ഒരേ സമയം ഓടാൻ കഴിയും. ഇത് സർവീസുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തുരങ്കത്തിനുള്ളിൽ ആധുനിക സുരക്ഷാ ഉപകരണങ്ങളും സംവിധാനങ്ങളും സ്ഥാപിക്കുന്നുണ്ട്. സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ജപ്പാനീസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ പാതയുടെ ഭൂരിഭാഗവും ഉയർത്തിയ വയഡക്റ്റുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതുവരെ 320 കിലോമീറ്ററിലധികം വയഡക്ട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെന്ന മന്ത്രിയുടെ പ്രസ്താവന പദ്ധതിയുടെ പുരോഗതിയുടെ വേഗതയെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വയഡക്റ്റുകൾ ഭൂമി ഏറ്റെടുക്കൽ കുറയ്ക്കുന്നതിനും റെയിൽവേ ക്രോസിംഗുകൾ ഒഴിവാക്കി അപകട സാധ്യത കുറയ്ക്കുന്നതിനും ഉയർന്ന വേഗതയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്നു. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സാമ്പത്തികമായും സാങ്കേതികമായും ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് ജപ്പാനാണ്. അവരുടെ ലോകോത്തര ഷിങ്കൻസെൻ സാങ്കേതിക വിദ്യയുടെ പകർപ്പാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ജപ്പാനിലെ ഏറ്റവും പുതിയ E5 സീരീസ് ഷിങ്കൻസെൻ ട്രെയിനുകൾ സർവീസ് നടത്താനാണ് സാധ്യത. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. ഈ പങ്കാളിത്തം കേവലം സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്യുന്നതിൽ ഒതുങ്ങുന്നില്ല. മറിച്ച് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, ഇന്ത്യയിലെ എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും പരിശീലനം നൽകൽ, രാജ്യത്തിനകത്ത് തന്നെ അതിവേഗ റെയിൽവേ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള അടിത്തറയൊരുക്കൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഭാവിയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളും ഈ പാതയിലൂടെ ഓടുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉത്തേജനമാകും. വിദേശ സാങ്കേതിക വിദ്യ പഠിച്ച് അത് രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പരിഷ്കരിച്ച് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നത് റെയിൽവേ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും സഹായിക്കുന്നുണ്ട്. വിദേശ സാങ്കേതിക വിദ്യ പഠിച്ച് അത് രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പരിഷ്കരിച്ച് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നത് റെയിൽവേ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ സഹായിക്കും. ബുള്ളറ്റ് ട്രെയിനുകൾ സമ്പന്നർക്ക് മാത്രമുള്ളതാണെന്ന പൊതുവായ ധാരണയെ റെയിൽവേ മന്ത്രി തള്ളിക്കളയുന്നു. മധ്യവർഗത്തിനും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ നിരക്കുകൾ ന്യായമായ തരത്തിൽ നിലനിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ ഒരു തെറ്റിദ്ധാരണ തിരുത്തേണ്ടതായി കൂടെയുണ്ട്. അതിവേഗ റെയിൽവേ പദ്ധതികൾ ലക്ഷ്യമിടുന്നത് ഉയർന്ന വരുമാനക്കാരെ മാത്രമല്ല. ചെലവ് കുറഞ്ഞ രീതിയിൽ നിരക്ക് നിശ്ചയിക്കുമ്പോൾ ഇത് ഹ്രസ്വദൂര വിമാനയാത്രകളെയും എയർ കണ്ടീഷൻ ട്രെയിൻ യാത്രകളെയും ദീർഘദൂര ബസ് സർവീസുകളെയും ആശ്രയിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ ആകർഷിക്കും.
ഇത്തരം വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ നിരക്ക് കുറവാണെങ്കിൽ മാത്രമേ സാധാരണ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഉയർന്ന വേഗതയും കാര്യക്ഷമതയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ ദൂരം താണ്ടാൻ സാധിക്കുന്നത് യാത്രക്കാർക്ക് അവരുടെ സമയത്തെ കൂടുതൽ ഉൽപാദനക്ഷമമായി ഉപയോഗിക്കാൻ അവസരം നൽകുന്നു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വെറും ഒരു ഗതാഗത പദ്ധതി എന്നതിലുപരി ഇന്ത്യയുടെ വളർന്നുവരുന്ന സാമ്പത്തിക ശേഷിയുടെയും സാങ്കേതിക അഭിലാഷങ്ങളുടെയും പ്രതീകമാണ്. ഇത് ഇന്ത്യയിലെ വലിയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പദ്ധതിയുടെ വിജയം ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളായ ഡൽഹി, വാരണാസി, ഡൽഹി, അമൃത്സർ, ചെന്നൈ, മൈസൂർ തുടങ്ങിയ പാതകളിലും അതിവേഗ റെയിൽ പദ്ധതികൾക്ക് പ്രചോദനമാകും. 2027 ആദ്യത്തെ ഓട്ടം ഒരു തുടക്കം മാത്രമാണ്. ഇന്ത്യയുടെ ഗതാഗത രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിന്റെ ഒരു കാഹളമായി ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി മാറും. വേഗതയുടെ ഈ പാതയിലൂടെ കൂടുതൽ കാര്യക്ഷമവും സുരക്ഷിതവും വേഗതയേറിയതുമായ ഒരു ഭാവിയിലേക്ക് ഇന്ത്യ കുതിച്ചുയരും.